ഷലോം സഹോദരങ്ങളെ, ഷബാത്ത് ഷലോം. നമുക്കറിയാം ഇന്ന് ശബത്താണ്. വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെ നമ്മളൊക്കെ ശബത്ത് ആചരിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ് അല്ലേ? ഒരു പക്ഷേ ശബത്ത് പിന്നെ ആചരിക്കാം എന്ന് കരുതുന്നവർ എന്നെ കേൾക്കുന്നുള്ളവരിൽ ഉണ്ട് എങ്കിൽ അത് പിന്നെയാകാം എന്ന് വിചാരിച്ച് ഇരിക്കുന്നവരുടെ അടുത്ത് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. അതായത് ദൈവം നാമും തമ്മിലുള്ള ഒരു ബന്ധം, നമ്മെ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു അടയാളമേ ഉള്ളൂ, അത് ശബത്താണ്. നമുക്കറിയാമല്ലേ, സ്വന്തം അപ്പനെ തിരിച്ചറിയാത്ത മക്കൾക്ക് അപ്പനില്ലാത്തത് കൊണ്ട് അനാഥർ എന്ന് തന്നെ അവരെ പറയേണ്ടി വരും. അതിനാൽ നിന്റെ അപ്പൻ, ഇസ്രായേലിൻ്റെ നാഥൻ, ബൈബിളിലെ ദൈവം, യഥാർത്ഥ ജീവനുള്ള ദൈവം ആണ് നിന്റെ അപ്പൻ എങ്കിൽ അതിന് ഈ ഭൂമിയിൽ ഒരേ ഒരു തെളിവേ അവശേഷിച്ചിട്ടുള്ളൂ, അത് ശബത്താണ്. നാളെ ചെയ്യാം എന്ന് നീട്ടിവെച്ചാൽ ഒരു പക്ഷേ അത് ബുദ്ധിഹീനരായ കന്യകകളെ പോലെയാകും. നിങ്ങളുടെ വിളക്കിൽ എണ്ണയില്ലാത്ത നേരത്ത് പെട്ടെന്ന് മണവാളൻ വന്ന് വിളിച്ചാൽ നിങ്ങൾ ഒരുങ്ങിയിരിക്കാത്തത് കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ തോറ്റുപോകാം. വിളക്ക് കയ്യിൽ പിടിച്ചിരുന്നു എന്ന് കരുതിയോ, അല്ലെങ്കിൽ വിളക്കിൽ മുൻപ് എണ്ണയുണ്ടായിരുന്നു എന്ന് കരുതിയോ ദൈവത്തിൽ നിന്ന് ഒരു കരുണ കിട്ടുമെന്ന് നിങ്ങളാരും പ്രതീക്ഷിക്കേണ്ട. മനസ്സിലായോ? ആ കറക്റ്റ് ടൈമിൽ മണവാളൻ വന്നു ചേരുമ്പോൾ ആരൊക്കെ വിളക്കിൽ എണ്ണ കരുതി വിളക്കേന്തി നിൽക്കുന്നുവോ അവർക്ക് മാത്രമേ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. നാളെയാകാം എന്ന് ചിന്തിക്കുന്നവരോട് എനിക്കതേ പറയാനുള്ളൂ. എപ്പോഴും എല്ലാവർക്കും സമയം കിട്ടണമെന്നില്ല. അതുകൊണ്ട് ശബത്തിൻ്റെ വിലയറിയുന്ന യഥാർത്ഥ ദൈവമക്കളെ, എൻ്റെ ആത്മീയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ശബാത്ത് ഷലോം. മരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയമാണ്. അപ്പോൾ മരണത്തിനെ പലരും പല പേരിട്ട് വിളിക്കും അല്ലേ? ക്ഷണിക്കാതെ വന്ന അതിഥി, രംഗബോധമില്ലാത്ത കോമാളി എന്നിങ്ങനെ മരണത്തെ പലരും പല പേരിട്ട് വിളിക്കും. നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ നിമിഷം ഇപ്പോൾ എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവിൻ ദൈവം തിരികെ വിളിച്ചാൽ നിങ്ങൾക്ക് നിത്യരാജ്യം കിട്ടുമോ? ചിന്തിക്കുക. ഈ അവസ്ഥയിൽ നിത്യരാജ്യം കിട്ടുവാനായിട്ട് നിങ്ങൾ അർഹനാണോ അതോ അർഹയാണോ? നിങ്ങൾ റെഡിയായിരുന്നോ? അതായത് നമ്മളുടെ ആത്മീയ സഹോദരന്മാർ, നമ്മൾ ഇപ്പോൾ പരസ്പരം കാണുമ്പോൾ ചോദിക്കൂലേ, നിങ്ങൾ ആത്മാവിൽ സുഖമായിരിക്കുന്നുവോ എന്ന് അല്ലേ? പലർക്കും ശാരീരിക സൗഖ്യമല്ലാത്ത അവസ്ഥയിലായിരിക്കും, പക്ഷേ അതേസമയം അവർ ആത്മാവിൽ സൗഖ്യമായിരിക്കുകയായിരിക്കും. നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. അതായത് ശാരീരിക സൗഖ്യം ഇല്ലാത്ത അവസ്ഥയിലും ആത്മീയ സൗഖ്യം ഉണ്ട് എങ്കിൽ ദൈവം നമ്മെ പ്രതി കൂടുതൽ സന്തോഷിക്കും സഹോദരരെ. കാരണം എന്താണ്? കഷ്ടത്തിൽ നാം ദൈവത്തെ പ്രതി സന്തോഷിച്ചാൽ അത് ദൈവത്തിന് നമ്മോടുള്ള വിശ്വാസം കൂട്ടുകയാണ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ശരീരത്തിന് എന്തൊക്കെ അസുഖങ്ങളോ പ്രശ്നങ്ങളോ കഷ്ടകാലങ്ങളോ കടമോ എന്ന് വേണ്ട സാമ്പത്തിക ബുദ്ധിമുട്ട് പലതും നമുക്ക് വരും അല്ലേ? പക്ഷെ ആ സമയം നമ്മൾ ആത്മീയ വർധനവ് അല്ലെങ്കിൽ ആത്മാവിനാൽ സൗഖ്യമായിരിക്കുന്നു എങ്കിൽ നമ്മളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നര്. മറ്റുള്ളവരെക്കാളും ആത്മീയ സമ്പത്ത് നേടിയ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. അതായത് ഒരു കുഞ്ഞ്, അപ്പൻ താഴെ നിന്നിട്ട് നമ്മൾ പറയില്ലേ, മുകളിലിരിക്കുന്ന ആ കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചാടിക്കോ, ഞാൻ പിടിച്ചോളാം എന്ന് പറയില്ലേ? അപ്പോൾ ആ കുഞ്ഞ് എന്തായാലും ചാടൂല്ലേ, ഉറപ്പാല്ലേ? അതെന്തുകൊണ്ടാ? അതായത് എൻ്റെ അപ്പൻ എന്നെ പിടിക്കുമെന്ന് ആ കുഞ്ഞിനെ അറിയാം, അത്ര വിശ്വാസമുണ്ട് അല്ലേ? അതുകൊണ്ട് ആ കുട്ടി മുകളിൽ നിന്ന് ചാടും, അപ്പൻ ഇങ്ങനെ പിടിക്കും ചെയ്യും അല്ലേ? അങ്ങനെ കളികളൊക്കെ ഉണ്ടല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഒരു ഭൂകമ്പത്തിൽ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു പ്രകൃതി ക്ഷോഭം എന്തുമാകട്ടെ, അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരമ്മ വെപ്രാളപ്പെട്ട് ഓടാന്ന് വിചാരിക്കുക. ആ അമ്മയുടെ തോളിൽ ഒരു കുഞ്ഞ് ശാന്തമായിട്ട് ഉറങ്ങുന്ന ഒരു ചിത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി.
അതായത് ഭൂകമ്പത്തിൽ പേടിച്ചോടുന്ന ആ അമ്മയുടെ വെപ്രാളം. പക്ഷേ അതിനിടയ്ക്ക് ആ കുഞ്ഞ് ആ അമ്മയുടെ തോളിൽ ശാന്തമായിട്ട് കിടന്നുറങ്ങായിരിക്കും. അത് എന്തുകൊണ്ടാണ്? അതായത് ഒരു ഭയങ്കര സുരക്ഷിതമായ ഒരു ആശ്വാസമായിരിക്കും ആ കുഞ്ഞിന് ഉണ്ടാവുക അമ്മയുടെ അടുത്ത്, അമ്മയുടെ തോളിൽ അല്ലേ. എൻ്റെ അമ്മ സംരക്ഷിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം. അതുപോലെ തന്നെ തൻ്റെ ജീവൻ പോകുന്നത് വരെ ആ അമ്മ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഒരു മനുഷ്യനായ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ, ഒരു കുഞ്ഞും അമ്മയും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണെങ്കിൽ സർവശക്തനായ ദൈവം എത്രയധികം നമ്മളെ സംരക്ഷിക്കും. നിങ്ങളൊന്ന് ഓർത്തു നോക്കി. ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കളെ എത്രയധികം ദൈവം കാത്തു പരിപാലിക്കും ഇല്ലേ. അപ്പോൾ പട്ടിണിയിലും കഷ്ടപ്പാടിലും വിഷമിച്ചിരിക്കുന്ന മാതാപിതാക്കളായിരിക്കാൻ ചിലപ്പോൾ. അപ്പോൾ കുഞ്ഞുങ്ങൾ വന്ന് പറയൂലേ, അമ്മേ എനിക്ക് നാളൊരു കിൻഡർ ജോയ് വാങ്ങിത്തരുമോ എന്ന് ചോദിക്കൂലേ. അപ്പോൾ ആ കുഞ്ഞിന് അറിയില്ല കഷ്ടപ്പാടാണ്, കാശില്ല. ഇനിയിപ്പോൾ അമ്മ ചിലപ്പോൾ പറയും, മോനെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലടാ. അപ്പം അങ്ങനെ ഇപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു പ്രായമുണ്ട്. പക്ഷെ വളരെ തീരെ ചെറിയ കുട്ടിയെന്ന് വിചാരിക്കും, 2 വയസ്സൊക്കെ അവർക്കത് മനസ്സിലാവില്ല. അവർ വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുക, അമ്മ എനിക്ക് കിൻഡർ ജോയ് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ അല്ലേ. പക്ഷെ അവർക്കറിയില്ല കഷ്ടപ്പാടാണ് അത് ഇതൊന്നും. അപ്പം ആ കുഞ്ഞിനെ ധരിച്ച് കുഞ്ഞ് വിചാരിക്കുന്നത് എൻ്റെ അപ്പൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നെ സംരക്ഷിക്കും, ഞാൻ പറഞ്ഞതൊക്കെ വാങ്ങിച്ചു തരും. അങ്ങനെ ഒരു പരിപൂർണമായ വിശ്വാസമാണ് ഈ കുഞ്ഞ് മാതാപിതാക്കൾക്ക് കൊടുക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസമാണ് നമ്മൾ നമ്മുടെ ആബയോടും കാണിക്കേണ്ടത് അല്ലേ. ഇനി പട്ടിണിയുടേതായ അല്ലെങ്കിൽ ഒരു ടെൻഷനോ ഒന്നും ആ കുഞ്ഞിന് ഇല്ലാത്ത പോലെ തന്നെ നാളെയെക്കുറിച്ച് നമുക്കും ഒരു ഉത്കണ്ഠയും ഒന്നും പാടില്ല. അങ്ങനെ ആയിരിക്കണം നമ്മൾ. കുഞ്ഞുങ്ങളെ പോലെ ആകണമെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടേതായ ഒരുപാട് നല്ല വശങ്ങൾ നമ്മളിൽ ഉണ്ടായിരിക്കണം എന്നാണ് അബ പറയുന്നത് അല്ലേ. എത്ര കഷ്ടതയുണ്ടെങ്കിലും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ആബയ്ക്ക് ഇഷ്ടമുള്ളത് വരട്ടെ എന്ന് പറയണം അല്ലേ. പിന്നെ നമ്മൾ ചിന്തിക്കണം, ശബത്ത് ആചരിക്കുന്നവരുടെ കാര്യം ഞാൻ പറയണേട്ടാ. അതായത് ഈ ശബത്ത് ആചരിക്കുന്ന എൻ്റെ ആബ അല്ലെങ്കിൽ എൻ്റെ അപ്പൻ ആരാണ്? സർവശക്തനായ ദൈവമാണ്. അങ്ങനെയെങ്കിൽ എന്നെ സംരക്ഷിക്കേണ്ട ആ ചുമതല ആരുടെയാണ്? എൻ്റെ ആബയുടേതാണ് അല്ലേ. അപ്പം ഈ ഒരു ആശ്രയ ബോധമാണ് ഓരോ ശബത്തിലും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. അത് കൂടി വരും ഓരോ ശബത്ത് ആചരിക്കുമ്പോഴും അല്ലേ. നിത്യരാജ്യത്തിലേക്കുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ കൂടിയാണല്ലേ ശബത്തിന് മുൻപ് പറയാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ശബത്ത് ആചരിക്കുമ്പോൾ നമുക്ക് ആ വിശ്വാസം കൂടി വരികയാണ് ചെയ്യുന്നത്. എൻ്റെ ആബയാണ്, സർവശക്തനായ ദൈവത്തിൻ്റെ മോളാണ് ഞാൻ. അപ്പോൾ എനിക്ക് എന്ത് വന്നാലും അത് ആബ ഏറ്റെടുത്തോളും. അത് ആബയുടെ ഉത്തരവാദിത്തമാണ്. ദൈവത്തെ പ്രതി ഈ ഭൂമിയിൽ എന്ത് നഷ്ടപ്പെടുത്തിയാലും അത് 100 ഇരട്ടി നിനക്ക് ലഭിക്കുന്ന പറയുന്നത് മർക്കോസ് 10-ാം അധ്യായത്തിൽ 30-ാം വാക്യമാണെന്ന് തോന്നുന്നു അല്ലേ. പക്ഷേ അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് ആയിരിക്കണമെന്നില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ അതങ്ങോട്ട് നടക്കും എന്നല്ലേ നമ്മൾ വിശ്വസിക്കും. നമ്മൾ ആബയുടെ മക്കളല്ലേ, അല്ലെങ്കിൽ എൻ്റെ അപ്പനല്ലേ ആബ, അപ്പോൾ അതെന്തായാലും ഇപ്പോൾ നടക്കുമെന്ന് നമ്മൾ വിശ്വസിക്കും. പക്ഷെ ചില സമയങ്ങളിൽ അത് നടക്കാറില്ല. അപ്പം അതെന്താ കാരണം എന്താ? അതിനിപ്പോൾ സമയമായിട്ടില്ല എന്നത് തന്നെ മനസ്സിലായോ. അതിന് എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ തന്നെ. അതായത് ഉദാഹരണമായിട്ട് ഒരു കാറ് ഓടിച്ചു കൊണ്ടുപോകുന്ന ഒരാൾ ദൈവത്തിൻ്റെ ഒരു നല്ല മകനാണെന്ന് തന്നെ വിചാരിക്കട്ടെ. അങ്ങനെ ആ യാത്ര അവസാനിക്കുന്ന ആ സമയത്ത് ആ കുറച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒരു മരം ആ കാറിൻ്റെ മേൽ വന്ന് വീണു. കാർ ചതഞ്ഞരഞ്ഞു പോയി. പക്ഷേ അതിലുള്ള ആൾക്കൊന്നും പറ്റിയില്ല. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ എന്താ പറയുക? അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഓൾ ഫോർ ദി ബെസ്റ്റ്, എല്ലാം നന്മയ്ക്കായിരുന്നു എന്ന് ചിന്തിക്കുമോ? പലരും പക്ഷെ ചിന്തിക്കില്ല. അങ്ങനെ ഭൂരിഭാഗം വരും അങ്ങനെയല്ല ചിന്തിക്കുക. അവരെന്താ പറയുക? ദൈവത്തെയാണ് പഴി പറയുക അല്ലേ. എന്തിനാ ദൈവം എനിക്കിത് തന്നേ? ഞാൻ അപ്പൻ്റെ മക്കളല്ലേ എന്നിട്ട് എന്നോടിത് വേണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു സാധാരണ മനുഷ്യൻ്റെ ചിന്ത പോകാം അല്ലേ. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. അത്രയും നേരം ആ കാറിൽ
നിങ്ങളെ മരം വീഴാതെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത്, ആക്സിഡൻ്റ് ഒന്നും പറ്റാതെ അത്ര നേരം സംരക്ഷിച്ചു കൊണ്ടിരുന്നത് ദൈവമായിരുന്നു. ഇനി മരം വീണു, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ, കാറിനല്ലേ പറ്റിയുള്ളൂ. അങ്ങനെ ചിന്തിക്കണം നമ്മൾ. ആരെങ്കിലും അങ്ങനെ ചിന്തിക്കാറുണ്ടോ? അതാ ഞാൻ നേരത്തെ പറഞ്ഞ, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഒരു നന്മ അത് കൊടുക്കുന്നതിന് മുൻപേ ദൈവം ചിന്തിക്കും, ഇത് കൊടുത്താൽ എൻ്റെ മകളുടെ അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ ആത്മാവ് സൗഖ്യമായിരിക്കുമോ? ഒരു പക്ഷം ശരീരം സൗഖ്യമായിരിക്കും, സന്തോഷമായിരിക്കും അല്ലേ. പക്ഷേ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു അവസരമായിരിക്കാം ചിലപ്പോൾ അത്, ആ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയാൽ. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ദൈവം നിങ്ങൾക്ക് ആ നന്മ തരില്ല. ആ നന്മ തന്ന് ദൈവത്തിൻ്റെ മക്കളെ ദൈവം നഷ്ടപ്പെടുത്തുമോ? ഇല്ലല്ലോ. ചിന്തിക്കേ. ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവമാണ് നിശ്ചയിക്കുന്നത് എപ്പോൾ നന്മ തരണം, എപ്പോൾ അതുപോലെ അനുവദിക്കണം, അവർക്ക് കഷ്ടകാലങ്ങളോ പരീക്ഷണങ്ങളോ വരാൻ അനുവദിക്കണം എന്നൊക്കെ ദൈവമാണ് എല്ലാം നോക്കുന്നേ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലേ, കഷ്ടങ്ങളിൽ നമ്മൾ സന്തോഷിക്കണം, അതുപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ജയിച്ച് കീഴടക്കണം എന്നൊക്കെ അല്ലേ. അപ്പോൾ കഷ്ടം വരുന്നത് ആബയുടെ, ശരിക്കും പറഞ്ഞാൽ ആബയുടെ സ്നേഹത്തിൻ്റെ ഒരു രുചിച്ചറിയലും കൂടെയാണ് അല്ലേ. അത് മാത്രമല്ല ആബയുടെ ഒരു വിശ്വാസം നേടലും കൂടെയാണ്. കാരണം കഷ്ടം വരുമ്പോൾ എൻ്റെ മകള് എന്തോരം പിടിച്ചു നിൽക്കും എന്ന് ആബയ്ക്കറിയാം അല്ലേ. നമ്മുടെ എല്ലാം ആബയ്ക്കറിയാം. എങ്കിലും എന്തോരം എൻ്റെ മകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ള ആ ഒരു ആ വിശ്വാസം അത് നാം നിലനിർത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ജോബിനെ പോലെ പറയണം, കഷ്ടങ്ങൾ സാരമില്ല. ഇനി ഇതൊക്കെ നമ്മുടെ കാര്യം, ആത്മീയ സഹോദരരെ ശബത്താചരിക്കുന്ന ആബയുടെ യഥാർത്ഥ മക്കളുടെ കാര്യം. പക്ഷേ ഇനി മറ്റുള്ളവരിലേക്ക് വരികയാണെങ്കിൽ ലോകത്തിൻ്റെ മക്കൾ, ഉദാഹരണത്തിന് ക്രിസ്ത്യാനികൾ, അവർക്ക് കഷ്ടങ്ങളൊക്കെ ദൈവശിക്ഷകളായിട്ടാണ് അവർക്ക് തോന്നുക. എപ്പോഴും അങ്ങനെയാണല്ലോ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പാസ്റ്റർമാരും അച്ഛന്മാരും ഒക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണല്ലോ. നിങ്ങൾ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുവിൻ, ദൈവം നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തരും, കാറ് തരും, സന്തോഷം തരും, സുഖം തരും എന്നൊക്കെയാണല്ലോ. അല്ലെങ്കിൽ പറയും, നീ പള്ളി വന്നില്ലെങ്കിൽ, നീ ദൈവത്തെ വിളിച്ചില്ലെങ്കിൽ നിന്നെ ദൈവം ശിക്ഷിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ കേട്ട് വളർന്ന ഒരു ക്രിസ്ത്യാനിക്ക് ദൈവം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ശിക്ഷിക്കുന്ന ഒരു അല്ലെങ്കിൽ അനുഗ്രഹം തരുന്ന ആ ഒരു ആള് എന്നൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ ഇങ്ങനെ ഓരോ കഷ്ടകാലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പറയും അത് ദൈവത്തിൻ്റെ ശിക്ഷയാണ് എന്ന്. അപ്പോൾ ഇപ്പം എനിക്കൊരു സാഹചര്യം വരുമ്പോൾ ഞാൻ പറയാണ്, ദൈവം ഇത്രയെങ്കിലും ആക്കി തന്നല്ലോ എന്ന് ഞാൻ അവരോട് സംസാരിക്കുക. അപ്പോൾ അവർ പറയാനാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ രോഗങ്ങൾ തന്നതും ദൈവം തന്നെയല്ലേ, അപ്പം അത് വരുത്താതിരുന്നാൽ മതിയല്ലേ, ഇതൊക്കെ ദൈവം തരുന്ന ശിക്ഷയല്ലേ. മനസ്സിലായേ? അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇതൊരു സാധാരണക്കാരൻ്റെ ചിന്തയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഇങ്ങനെ രക്ഷിക്കാനും ശിക്ഷിക്കാനുമുള്ള അതിനുവേണ്ടി മാത്രം ഇരിക്കുന്ന ഒരാളാണോ ദൈവം? അത്രയ്ക്കുള്ളൂ നിങ്ങൾക്ക് ദൈവത്തിനോടുള്ള സ്നേഹം, നിൻ്റെ അപ്പനോടുള്ള സ്നേഹം. ഇപ്പോൾ നമ്മളുടെ ഈ ഭൂമിയിലെ നമ്മളുടെ അപ്പച്ചന്മാർ അല്ലെങ്കിൽ അമ്മച്ചിമാരിലേക്ക്, അപ്പോൾ അവരോടുള്ള സ്നേഹം എങ്ങനെയായിരിക്കും? അതായത് അവർ ശിക്ഷിക്കും, അല്ലെങ്കിൽ നന്മ തരും, അവർ കെയർ ചെയ്യും അല്ലേ. ഇപ്പം ഞാൻ നേരത്തെ കുഞ്ഞിൻ്റെ കഥ പറഞ്ഞോണം, മാതാപിതാക്കൾ ജീവിതകാലത്ത് അങ്ങനെ എപ്പോഴും കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ആ കുഞ്ഞിനെ സംബന്ധിച്ച് ആ ഫുഡ് തരുന്ന അല്ലെങ്കിൽ എന്നെ അടിക്കുന്ന മാത്രം ഒരു പിതാവല്ല, എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു വിശ്വാസമാണ് ആ കുഞ്ഞിന് ആ മാതാപിതാക്കളോടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അത്രയ്ക്കുള്ളൂ നിങ്ങൾക്ക് അപ്പനോടുള്ള സ്നേഹം. എന്നെ സംബന്ധിച്ച് ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ദൈവം എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ അപ്പനാണ്, എന്താ പറയുക, എനിക്ക് രോഗം വരുമ്പോൾ എനിക്ക് ഡോക്ടറാണ്. അങ്ങനെ എല്ലാ അവസരങ്ങളിലും എനിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ ആ സമയത്ത് അതൊക്കെ എനിക്ക് തരുന്ന, എന്നെ ഉപദേശിക്കുന്ന, ഏത് വഴിയെ പോകണമെന്ന് പറഞ്ഞു തരുന്ന, അങ്ങനെ എൻ്റെ എല്ലാമാണ്. അപ്പോൾ എപ്പോഴും കൂടെയുള്ള ഒരപ്പൻ ചിലപ്പോൾ നമ്മൾ വഴക്ക് പറയും, ഗുണദോഷിക്കും, സമ്മാനങ്ങൾ തരും.
അങ്ങനെ ഒരു ബന്ധം അല്ലാതെ രക്ഷിക്കാനും ശിക്ഷിക്കാനും മാത്രമുള്ള ഒരു ന്യായാധിപതി, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഒരാളായിട്ടല്ല ഞാൻ ദൈവത്തെ കരുതുന്നത്. പിന്നെ അത് മാത്രമല്ല, മക്കൾക്കൊരു കഷ്ടം വരാനായിട്ട് ഏതെങ്കിലും ഒരു അപ്പൻ ആഗ്രഹിക്കുമോ? മനുഷ്യർക്ക് പോലും അങ്ങനെ ഒരു ചിന്തയുണ്ട്, എൻ്റെ മക്കൾക്ക് കഷ്ടം വരരുതെന്ന്, അല്ലേ? അപ്പോൾ മനുഷ്യർക്ക് പോലും ഇങ്ങനെ ഒരു ചിന്ത ഉണ്ട് എന്നിരിക്കെ ദൈവത്തിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഒരിക്കലും നമുക്ക് കഷ്ടം വരുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല, ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പം നമുക്ക് കഷ്ടങ്ങൾ തരുന്നതും ദൈവമല്ല. അപ്പം നിങ്ങൾ ചിന്തിക്കുക, അപ്പം പിന്നെ നമുക്ക് ആരാണ് ഈ രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ ഇതൊക്കെ തരുന്നതെന്നല്ലേ? നമുക്ക് ശിക്ഷകൾ തരുന്നത് എപ്പോഴും സാത്താനാണ്. കഷ്ടകാലങ്ങൾ തരുന്നത് ചില സമയങ്ങളിൽ ദൈവം അനുവദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ജോബിൻ്റെ കഥ കേട്ടിട്ടില്ലേ? അതായത് സാത്താൻ ജോബിനെ പരീക്ഷിക്കാൻ പോകുമ്പോൾ ദൈവം എന്താ പറയുന്നത്? ദൈവം പറയുന്നത്, എൻ്റെ മകൻ്റെ ജീവൻ നീ ബാക്കി വെക്കണം, ജീവനിൽ നീ തൊട്ട് കളിക്കരുത്. എൻ്റെ മകൻ്റെ ജീവനിൽ നീ തൊട്ട് കളിക്കാതെ ബാക്കിയൊക്കെ നീ ചെയ്തോ, നീ പരീക്ഷിച്ചോ, അവൻ എന്നിൽ നിന്ന് അകലില്ല. ആ ഒരു വിശ്വാസമാണ് ആബയ്ക്ക്, അല്ലേ? ആ പരീക്ഷണത്തിൽ ജോബ് വിജയിക്കുകയും ചെയ്തു, അല്ലേ? എന്നിട്ട് അതിന് ശേഷം എല്ലാം ദൈവം 100 ഇരട്ടിയായിട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പം അതുപോലെ നമ്മളും പറയണം, ജോബിനെ പോലെ, എനിക്ക് നല്ല കാലം വരുമ്പോൾ അത് തന്നത് എൻ്റെ അപ്പനാണ്, അല്ലേ? അപ്പം പിന്നെ എനിക്ക് കഷ്ടപ്പാട് വരുമ്പോൾ അതും ദൈവത്തിൻ്റെ അറിവോടുകൂടെ ആണ് എങ്കിൽ എനിക്കത് പ്രശ്നമില്ല, ആയിക്കോട്ടെ. അപ്പം അങ്ങനെ ആയിരിക്കണം ഒരു കഷ്ടകാലത്തിൽ നമ്മുടെ ചിന്ത. പൊതുവെ ഒരു ധാരണയാണ് കഷ്ടകാലം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശിക്ഷയാണ്, കഷ്ടമില്ലാതെ സുഖിച്ച് സന്തോഷിച്ച് വാഴുന്നതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് എന്നുള്ളത് പൊതുവെ ജനങ്ങൾക്ക്. അപ്പം അത് തെറ്റാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം അതിനാൽ കഷ്ടത്തിൽ ഇപ്പോൾ ജീവിക്കുന്ന മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ആലോചിച്ചാൽ ഒരു അന്തവും ഇല്ലാതിരിക്കേ ഒരു കുന്തവും ആലോചിക്കേണ്ട, അത് തന്നെ. നമ്മൾ പറയില്ലേ, ആലോചിച്ചാൽ അന്തമില്ല, ആലോചിച്ചില്ലെങ്കിൽ ഒരു കുന്തമില്ല എന്ന്, തമാശയ്ക്ക്. അപ്പം അതുപോലെ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. നമ്മൾ ടെൻഷൻ അടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഉത്കണ്ഠാകുലരായത് കൊണ്ടോ എന്തെങ്കിലും വ്യത്യാസം ആ സാഹചര്യത്തിൽ നിന്ന് ഉണ്ടാകുമോ? ആയുസ്സോ എന്തോ ആയിക്കോട്ടെ നീട്ടിക്കിട്ടുമോ? ഇല്ല. ഒരു പക്ഷേ ഈ ടെൻഷൻ കാരണം വേഗം നമ്മുടെ കാറ്റ് പോകും, അല്ലേ? പക്ഷേ ഈ സമയത്ത് നമ്മളിൽ സാത്താൻ നന്നായിട്ട് പ്രവർത്തിക്കും. അവന് ലോട്ടറി അടിച്ച പോലെയാണ് ഈ ടെൻഷനൊക്കെ വരുമ്പോൾ, അല്ലേ? ചിന്തകളിലൂടെ, മറ്റുള്ള മനുഷ്യരിലൂടെ. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലേ, ദൈവശിക്ഷയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവം പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന നമ്മളെപ്പോലുള്ളവർ, ഈ സഭയിൽ നിന്നൊക്കെ അകന്ന് ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന നമുക്കൊക്കെ ഓരോ കഷ്ടകാലം വന്നാൽ അവരാദ്യം എന്താ പറയുക? കണ്ട, സഭയിൽ നിന്ന് വിട്ടുപോയതിന് ദൈവം കൊടുത്ത ശിക്ഷയാണല്ലേ, അതാണ് ഫസ്റ്റ് പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ ശബത്ത് ആചരിക്കുന്ന വീടാണെങ്കിൽ പറയും, കണ്ട അവർ അങ്ങനെ എന്തൊക്കെയോ എന്തോ നമ്മൾ മന്ത്രവാദം ചെയ്യണമെന്നാണ്. ശരിക്കും മന്ത്രവാദം ചെയ്യണത് അവരാണ്, അല്ലേ? കുർബാനയിൽ ഈ അപ്പവും വീനും എടുത്തിട്ട് അത് കർത്താവിൻ്റെ രക്തമാകുന്നു, അത് കർത്താവിൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ് അത് ഭക്ഷിക്കുന്ന സാത്താനികം ചെയ്യുന്നത് അവരാണ്. നമ്മൾ ഇത് ഭക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ക്രൂശ് മരണം ഓർക്കുകയാണ് ചെയ്യുന്നത്, ദൈവത്തോട് നന്ദി പറയാണ്, ദൈവത്തിൻ്റെ കൂടെ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്, നമുക്ക് ഒരു കഷ്ടകാലം വരുമ്പോൾ ഉടനടി അവർ പറയും, ദാ ഇത് ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ നെഗറ്റീവ്സ് ഒക്കെ മാറ്റി നിർത്തണം. കഷ്ടം വന്നാലും എൻ്റെ ആപയ്ക്ക് എന്നെ നോക്കാനറിയാം. നാം സത്യദൈവത്തെ അന്വേഷിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഈ സാത്താനാകട്ടെ എല്ലാം വേണ്ട ലോകം മൊത്തം ഒന്നടക്കം നിന്ന് നമുക്കെതിരെ പോരാടും. അങ്ങനൊരു കാലഘട്ടമാണിത്, അന്ത്യകാലഘട്ടം. ദൈവനാമത്തെ പ്രതി നമ്മളെ മറ്റുള്ളവർ ദ്വേഷിക്കുന്നുണ്ട് എങ്കിൽ നാം സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. സാത്താൻ നമ്മൾ ചവിട്ടി അരയ്ക്കണം. പണ്ട് പൗലോസ് പറഞ്ഞില്ലേ, അപ്പസ്തോല പ്രവർത്തികൾ 13:10 വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേശാധിപതിയുടെ അടുത്ത്. അപ്പോൾ ആ ദേശാധിപതിക്ക് വിശ്വാസം വരുന്നത് കളയാൻ വേണ്ടിയിട്ട് എലീമാസ് എന്ന് പറയുന്ന ഒരുത്തനിലൂടെ സാത്താൻ അതിനെ എതിർത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കയറിയിട്ട് പൗലോസ് പറയുന്നുണ്ട്, ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവേ. കേട്ടാ, അവിടെ വിളിച്ച് കേട്ടാ, സർവ്വനീതിയുടെയും ശത്രുവേന്ന്. നീതിന്യായം നടപ്പിൽ ഉണ്ടാവില്ല ഈ സാത്താൻ്റെ ഈ ലോകത്ത്. അതാണ് അങ്ങനെ വിളി.
കർത്താവിൻ്റെ നേർവഴികളെ മറിച്ച് കളയുന്നത് നീ മതിയാക്കുകയില്ലയോ എന്ന് പറഞ്ഞിട്ടാണ് സാത്താനെ അവിടെ ശാസിക്കുന്നത്. ഉടനടി കർത്താവിൻ്റെ കൈ അവൻ്റെ മേൽ വരികയും അവൻ കുരുടനായി തീരുകയും ചെയ്തു എന്ന വചനം പറയുന്നത്. അപ്പോൾ ഇതുപോലെ ആയിരിക്കണം സാത്താനെ ഓടിക്കാൻ പറ്റണം. ദൈവത്തിനെതിരായിട്ടുള്ള എന്തെങ്കിലും ചിന്തകൾ ഈ കഷ്ടകാലത്തിൽ നമ്മിലേക്ക് വന്നാൽ അത് ഓടിച്ചു കളയാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ ആബയുടെ മക്കളാണ്, ഒറിജിനൽ മക്കളാണ്. മറ്റുള്ളവർ ആബയുടെ മക്കളാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് നടക്കുന്ന സാത്താൻ്റെ മക്കളാണ് അല്ലേ. അതാണ് നമ്മൾ അവരും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ശബത്ത് ആചരിക്കുന്ന നമ്മുടെ ആബയുടെ യഥാർത്ഥ മക്കളാണ്, യഹൂദരെ പോലെ തന്നെ. എന്നാൽ മറ്റോരോ അവർ ആബയുടെ മക്കളാണ് എന്ന് നടിച്ച് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് നടക്കുന്ന സാത്താൻ്റെ മക്കൾ. അപ്പോൾ ഞാൻ നിർത്താണ്. അപ്പോൾ ആർക്കെങ്കിലും കഷ്ടം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഈ സാഹചര്യത്തിൽ എന്നെ കേൾക്കുന്നവർക്ക് കഷ്ടത്തിൽ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. ദൈവം എൻ്റെ കാര്യം നോക്കിക്കോളും. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല. എന്ത് കഷ്ടമാണോ എന്തും വന്നോട്ടെ, ദൈവം നോക്കുക. ദൈവം നമുക്കറിയാം, നമ്മുടെ ആത്മാവിനെ ദൈവം അയച്ചതാണ് ഈ ഭൂമിയിലേക്ക് അല്ലേ, ഒരു ശരീരം തന്ന്. ഒരു പക്ഷേ നമ്മൾ നേരത്തെ വിളിക്കാം, അല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ടവരെ നേരത്തെ വിളിക്കാം. എന്തു വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. എന്തും ആയിക്കോട്ടെ, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റട്ടെ. നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ പോകും നമ്മുടെ ആബയുടെ അടുത്തേക്ക്. പക്ഷേ ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് നന്മ ചെയ്യാനുള്ള അവസരമുള്ളൂ, പോയിൻറ്റ്സ് നേടാൻ പറ്റുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ നമുക്കതിനൊന്നും സാധിക്കില്ല. അപ്പോൾ അത് ചിന്ത എല്ലാവർക്കും വേണം. അപ്പം നിർത്താണ്. എല്ലാവരും ധൈര്യമായിട്ടിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശബ്ബത്ത് ശലോം. ഞാനിന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന വാക്ക് എന്ന് വെച്ചാൽ എമ്മുന എന്നാണ്. സ്പെല്ലിങ് EMUNAH. എമ്മുന. എമ്മുന എന്ന് പറഞ്ഞാൽ ആത്മീയ വിശ്വാസം എന്നാണ്. അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശബ്ബത്ത് ശലോം. എന്നെ ശ്രവിച്ച എല്ലാവർക്കും തോദാ റബ്ബ. എന്നെ ഈ സാഹചര്യത്തിൽ വചനം പ്രസംഗിക്കാനായിട്ട് ബലപ്പെടുത്തിയ എൻ്റെ ആബയ്ക്ക് ചക്കരുമ്മ തോദാ.